തിരുവനന്തപുരം ശ്രീകാര്യത്ത് ഗാന്ധിപുരത്താണ് 7 വില്ലാസ് മാത്രം വരുന്ന ഈ ഒരു ഗേറ്റ് കമ്മ്യൂണിറ്റി വരുന്നത്. അതിനകത്തുള്ള മനോഹരമായിട്ടുള്ള വീടിൻ്റെ മുന്നിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വീടുകളിൽ നമുക്ക് വേറെ കോമ്പൗണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ല. ഓൾറെഡി ചുറ്റി ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. അതിനകത്ത് ടോട്ടലി 7 വീടുകൾ മാത്രം വരുന്ന ഒരു വില്ല പ്രോജക്റ്റാണ്. ഈ വീടുകളിലേക്ക് നോക്കിയാൽ ഇതുപോലെ മതിൽ കൊടുത്തിട്ടുണ്ടാവില്ല. നമുക്ക് കാറെല്ലാം ഈസി ആയിട്ട് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് എല്ലാ വീടുകളിലും വരുന്നത്. നമുക്ക് ഈ പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ള ആ ഒരു സെറ്റപ്പാണ് നമുക്കിവിടെ അവലംബിച്ചിട്ടുള്ളത്. നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ ശ്രീകാര്യത്ത് നിന്ന് കാര്യവട്ടത്തേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ അതിൻ്റെ തൊട്ടടുത്ത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാം. ഒരു സർക്കാർ സ്ഥാപനമാണ് കേട്ടോ. അതിൻ്റെ അടുത്തൂടെ കാണുന്ന വഴിയാണ് ഗാന്ധിപുരത്തേക്ക് പോകുന്ന വഴി. അവിടെ നിന്ന് ഏകദേശം ഒരു 800 മീറ്റർ വരുമ്പം തന്നെ നമുക്ക് ഗാന്ധിപുരം ജംഗ്ഷൻ എത്തും. 800 അല്ല, ഒരു 900 മീറ്റർ അത്രയും വരുമ്പോൾ ഗാന്ധിപുരം ജംഗ്ഷനും വരും. അവിടെ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി ചിലമ്പിൽ ലൈൻ, അതിനകത്തേക്ക് 200 മീറ്റർ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് കറക്റ്റായിട്ട് NH വരേക്കും 900 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ. ശ്രീകാര്യത്ത് നിന്ന് വരുമ്പോൾ ഗാന്ധിപുരം ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന ചിലമ്പിൽ ലൈൻ കേട്ടോ. ആ റോഡ് 200 മീറ്ററോളം വരുമ്പം ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ എൻട്രൻസ് വരുന്നത്. ഇതിനകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ വീടുകൾ കാണാൻ സാധിക്കും. ഇതിനകത്ത് ഇനി 2 വീടുകളാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നിലവിൽ ഇതാ താഴെ കാണുന്ന വീട്, അതിൻ്റെ എല്ലാം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതായത് ഫിനിഷിംഗ് സ്റ്റേജിലുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 2 വീടുകളാണ് ഇതിനകത്ത് വിൽപ്പനയ്ക്കുള്ളത്. നമുക്കൊരു 4.6 സെൻസിൽ ഒരു 1900 സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന വീടുകളാണ് ഇനിയുള്ളത്. നമുക്കിതാ ഈ വീട് ഏകദേശം ഒരു വർക്ക് ഫിനിഷ് ആയതാണ്. അപ്പോൾ ഞാൻ ഇത് വന്നിട്ട് 4 BHK ആണ് കേട്ടോ. ഇതിനകത്തുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. അതുപോലെ ഈ ഓപ്പോസിറ്റ് കാണുന്ന വീട് നോക്കി, ഇതും വന്നിട്ടൊരു 4 BHK ആണ്. ഇത് ഓൾറെഡി കസ്റ്റമറിന് കൈമാറി അവരതിൻ്റെ ഇൻറ്റീരിയർ വർക്കെല്ലാം ഫിനിഷ് ചെയ്തിട്ടേക്കുവാണ്. അപ്പം നമുക്ക് ഇന്ന് പറയുന്ന വിലയിൽ നമുക്ക് ഇതിൽ കാണുന്ന ആ ഒരു കണ്ടീഷനിലായിരിക്കും വീട് കിട്ടുന്നത്. ബാക്കി ഇൻറ്റീരിയർ വർക്ക് നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം വരുന്നത്. ഇതേ കണക്ക് തന്നെയാണ് നമുക്കിനിയുള്ള വീടുകളുള്ളത്. തൊട്ട് താഴത്തെ വീടാണ് നമുക്ക് നിലവിൽ സെയിലിനുള്ളത് കേട്ടോ. അതിനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 2 കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചുകൂടെ ഒരു വ്യത്യാസത്തിലാണ് ആ വീടുള്ളത്. അത് നമുക്ക് 2 കാർ പാർക്കിംഗ് സ്പേസ് അടക്കം കിട്ടുന്നൊരു വീടാണ്. പിന്നെ ആ തൊട്ട് മേളിൽ കാണുന്നൊരു വീടുമുണ്ട്. പക്ഷേ അതിൽ നിന്ന് കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉണ്ട്. വർക്കുകൾ ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരും. അപ്പോൾ ഇതിനകത്തേക്കുള്ളൊരു ദൃശ്യം കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ ഒരു ലിവിങ് സ്പേസ്, ഡൈനിങ് ഏരിയ. നമുക്കിതാ ഈ വീടിന് താഴത്തെ നിലയിൽ 2 ബെഡ്റൂം, മേളത്തെ നിലയിൽ 2 ബെഡ്റൂം, ആ രീതിയിൽ വരുന്നൊരു വീടാണ്. ഇത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആയിട്ട് വരും. ഇവിടെ ആയിട്ട് നമ്മുടെ കിച്ചൺ വരും. ഇത് വർക്ക് ഏരിയ. ഇവിടെ നമുക്ക് പിൻവശത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ വീട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് എങ്ങനെ വരും എന്നുള്ളൊരു ഐഡിയ പലർക്കും ഉണ്ടാകത്തില്ല. നോക്കിയാൽ ഇത് ബാത്റൂം ഉള്ളതാണ്. ഞാൻ ഇതിൽ ഓൾറെഡി ഇൻറ്റീരിയറൊക്കെ ഫിനിഷ് ചെയ്ത ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള വീട്, ആ വീട് സെയിലായതാണ്. അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ വീട് ഏത് രൂപത്തിലാക്കി എടുക്കാമെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഇത് ഓൾറെഡി കസ്റ്റമറിന് കൈമാറി ഇൻറ്റേർണൽ വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്ത വീടാണ്. ഇതിനകത്താകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ശരിക്കും കുറേ കൂടെ ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. എന്താ നോക്കി, ഇവിടെയാണ് TV യൂണിറ്റ് പ്ലേസ് ചെയ്യാവുന്ന രീതിയിലുള്ള വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മേളിൽ കബോർഡൊക്കെ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇത് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഒരു പൂജാമുറിയും കൂടെ ഈ ഒരു സൈഡിലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൂജാമുറി, അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ബുക്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ സൂക്ഷിക്കാനായിട്ട് ഈ ഒരു സ്ഥലം അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ്. ഇവിടെയായിട്ട് ഡൈനിങ് ഏരിയ വരും. ഇതുപോലെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ്. നമുക്കിതാ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഒരു ലോണൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ആ രീതിയിലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. കിച്ചൺ നോക്കി, കിച്ചൺ വന്നിട്ട് വളരെ വലിയൊരു കിച്ചണാണ് നമുക്കിതിനകത്ത് വരുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച വീട്ടിലും അതേ രീതിയിലുള്ള കിച്ചൺ തന്നെയാണ് വരുന്നത്. കിച്ചണിനകത്ത് ഇവിടെ ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അവിടെ സിങ്ക് നോക്കിയാൽ 2 ഇതിലുള്ള സിങ്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എക്സ്ട്രാ വരുന്നുണ്ടാവും. ഇനി ഇതിൽ ചിമ്മിനിയും ഹോബും കൂടെ, ചിമ്മിനി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഹോബ് കൂടെ വയ്ക്കാനുണ്ട്. ഇത് അത്യാവശ്യം ഗ്രാൻഡായിട്ടുള്ള രീതിയിൽ ഒരു മോഡലാർ കിച്ചൻ്റെ വർക്കാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. നമുക്കിതിനകത്തുള്ള എല്ലാ വീടുകളും തന്നെ ഇഷ്ടികയിലാണ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. താവുക്ക് കേട്ടല്ല, ഇഷ്ടികയിലാണ് ഇതിനകത്തുള്ള വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ വർക്ക് ഏരിയ സ്പേസ് ആണ്. ഇത് നമ്മുടെ ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. നമ്മൾ നേരത്തെ കാണിച്ച മാസ്റ്റർ ബെഡ്റൂം വന്നിട്ട് empty ആയിട്ട് കിടന്നിട്ടുണ്ടാവും. അതിനകത്ത് സിമിലർ ആയിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും.
ഇത് നോക്കിയേ, കബോർഡെല്ലാം തന്നെ നല്ല ഗ്രാൻഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ സ്ലൈഡിങ് ആയിട്ടുള്ള ഡോസാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ചേർന്ന് തന്നെ നമുക്കൊരു ഡ്രസ്സിങ് ടേബിൾ, ഇവിടെ ആയിട്ടൊരു വർക്ക് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം തന്നെ സെറയുടെ ഫിറ്റിങ്സ് ആണ് നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മുടെ താഴത്തെ നിലയിൽ തന്നെ വരുന്ന അടുത്തൊരു ബെഡ്റൂമാണ്. ഇതിനകത്ത് ഈ രീതിയിലുള്ള കബോർഡ് വർക്കുകൾ നമുക്ക് ഒരു ചുമര് ഫുള്ളായിട്ട് തന്നെ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ബാത്റൂമിനകത്തെല്ലാം സിമിലർ ഫിറ്റിങ്സ് തന്നെയാണ് കേട്ടോ, സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് കയറി വരുമ്പോൾ ഈ ഒരു സ്പേസ് നോക്കിയേ, ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ആ സ്റ്റെയർ ഇങ്ങനെ തന്നെ കറങ്ങി മേലെ ടവറിൽ പോകും, ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്പേസിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കീപ്പ് ചെയ്യാവുന്ന രീതിയിൽ നാനോഹരമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മേളിൽ വന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള സ്പേസാണ്. നമ്മുടെ ഈ സ്റ്റെയർ ഇങ്ങനെ മേളിലേക്ക് കറങ്ങി ടവർ വരേക്കും പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂംസ് ഉണ്ട്. അപ്പോൾ ഈ റൂമുകളിൽ നമുക്ക് വേറെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് വർക്കുകൾ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ബാത്റൂമിനകത്ത് മേളിൽ പർഗോളാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ തന്നെ പ്രകാശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ 4ാമത്തെ ബെഡ്റൂമാണ്. അതും അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇതിനകത്ത് ഇൻറ്റീരിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമുക്കിനി ഏറ്റവും ടോപ്പിലേക്ക് പോയിട്ട് ഞാൻ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ഇത് നമ്മുടെ വീടിൻ്റെ ടെറസാണ് കേട്ടോ. ശരി, ഈ ടെറസ് വന്നിട്ട് ഒരു പാർട്ടി ഏരിയ കണക്ക് ഒരു പരിപാടിയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ടെറസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഈ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഇരിപ്പിടങ്ങളായിട്ട് തന്നെ മാറ്റിയെടുക്കാം കേട്ടോ. ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. അതുപോലെ തന്നെ മേളിലായിട്ട് നമുക്കിങ്ങനെ ഒരു ബാൽക്കണി സെറ്റപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാ വീടുകളിലും ഈ ഒരു സെറ്റപ്പും കൂടെ വരുന്നുണ്ടാവും. നോക്കിയേ, നമ്മുടെ ആ ഒരു വീടുകൾ നോക്കിയുണ്ടോ, എല്ലാ വീടുകളിലും നമുക്കിതുപോലെ ഒരു ബാത്റൂം, മേളിൽ കാണുന്ന ഒരു ബാൽക്കണി സെറ്റപ്പ്, അങ്ങനെ എല്ലാത്തിലും വരുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ വീട്ടിൽ പൂർണ്ണമായിട്ടൊരു വീട് കാണിക്കാൻ പറ്റിയില്ല. കാരണം നമുക്കിപ്പോൾ എല്ലാ വീടുകളിലും അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിലെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച ഈ ഒരു വീടിനകത്ത് ഫുൾ ഇൻറ്റീരിയറൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് വീടുകൾ കിട്ടുമ്പോഴത്തേക്കും ഇത്രയും വർക്കുകൾ ഫിനിഷ് ആവാത്ത രീതിയിൽ, അതായത് വിത്തൗട്ട് ഇൻറ്റീരിയേഴ്സ് ആയിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് വരിക. നമുക്കിതിനകത്തൊരു 85 lakhs തൊട്ട് മേളിലോട്ട് 85-88 ആ റേഞ്ചിലുള്ള വീടുകൾ നിലവിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം. നമുക്ക് ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആക്സസ് ഉള്ള ഒരു ലൊക്കേഷനാണ്. NH നിന്ന് കറക്റ്റ് 980 മീറ്റർ മാത്രമാണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ കാര്യവട്ടം ബേസ് ചെയ്തോ അല്ലെങ്കിൽ ടെക്നോ പാർക്ക് ബേസ് ചെയ്തോ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ. ശ്രീകാര്യം ബേസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഗാന്ധിപുരം. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം. ഈ ഒരു വില്ല പ്രോജക്റ്റിനകത്ത് 85 മുതൽ 88 ലക്ഷം രൂപ വരെയാണ് പ്രോപ്പർട്ടീസ് അവൈലബിൾ ആയിട്ടുള്ളത്.